ഹലോ കൂട്ടുകാരെ, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പൊ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പൊ അതിനായിട്ട് ഞാനൊരു 5 സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്ത് കോരൂലേ, അതുപോലെ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ച് കോരിയെടുക്കണം. കരിഞ്ഞു പോകരുത്. അപ്പൊ അത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 കിലോത്തോളം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 പിടി പുതിനയില അരിഞ്ഞതും 1 പിടി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ നറുനെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ നറുനെയ്യ് ഒഴിച്ചാൽ വേറൊരു ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും അത് മിക്സ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി ചേർത്തിട്ട് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, ആ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ആ സവാള മുഴുവനായിട്ടും എടുത്തിട്ടില്ല, കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി, അത് പിന്നെ ഞാൻ ആഡ് ചെയ്യണുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുകൂടി മറക്കാതെ നിങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക, എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വെക്കണം, എന്നാലാണ് ഈ മസാല എല്ലാം ചിക്കനിൽ പിടിക്കുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പൊ ചോറ് വെക്കാനായിട്ട് ഞാൻ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് എങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അപ്പൊ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ അരി നമ്മൾ 1/4 വേവ് വെന്ത് കഴിയുമ്പോൾ കോരി മാറ്റുകയാണ് ചെയ്യണം. അതുകൊണ്ട് വെള്ളത്തിന് കറക്റ്റ് അളവൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാനും നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് വെള്ളം തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന അരി വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇപ്പൊ ദേ അരിയും വെള്ളവും കൂടി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ബസ്മതി റൈസ് നമ്മൾ വേഗം വെന്ത് കിട്ടും. അപ്പൊ നമ്മൾ വേവ് നോക്കണം. ഒരു 1/4 വേവ് ആകുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ കറി വെക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ആ ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ മസാല എല്ലാം തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളി തന്നെ എടുക്കാൻ നോക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് തന്നെയാണ് ചോറും കൂടി ദമ്മിടണത്. അപ്പൊ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ സിമ്മിലിട്ടിട്ട് നമുക്ക് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ചിക്കനും ഒരു 1/4 വേവോളം വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. ചിക്കൻ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. വെന്ത് വരുമ്പോ അതേ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, വെള്ളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സവാള വറുത്ത് കോരിയത് കൊണ്ട് അതിന്റെ ഒരു വെളിച്ചെണ്ണയും കൂടി ഇതിലുണ്ട്. അപ്പൊ ചിക്കൻ ഒരു 1/4 വേവോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കണ ആ ചോറില്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മേളിലേക്ക് സവാള വറുത്തത് നമ്മൾ മാറ്റി വെച്ചില്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കശുവണ്ടിയും മുന്തിരിയും ചേർക്കണമെങ്കിൽ അതും വറുത്തിട്ട് ഇപ്പൊ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നറുനെയ്യ് ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. അതുകൂടാതെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോറ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, മല്ലിയില, പുതിനയില, നറുനെയ്, പിന്നെ മഞ്ഞക്കളർ എല്ലാം കൂടി ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ദമ്മിനിടണം. അതിനായിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ചതിന് ശേഷം അതിന്ന് ആവി പോവാതിരിക്കാൻ വേണ്ടി വെയിറ്റ് ഉള്ള എന്തെങ്കിലും ആ മൂടിയുടെ മേളിൽ കയറ്റി വെക്കാം. എന്നിട്ട് തീ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലിടാം. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അടിപൊളി ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമുക്ക് ഈ ചോറും ചിക്കനും മിക്സ് ചെയ്യണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് അതിൽ നിന്ന് കോരിയെടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.